Hi guys, welcome to my channel. This is the brand new S25 Ultra. Let's unbox it. So, we S25 Ultra unbox ചെയ്യാം. ബോക്സ് തുറന്നിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ പറയുവാണെങ്കിൽ ഈ ഡിസൈൻ ആൻഡ് ദ കളർ എനിക്കെന്തോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ S24 അൾട്രയുടെ ഡിസൈനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ കളർ പറയുവാണെങ്കിൽ ഈ വർഷത്തെ ടൈറ്റാനിയം ബ്ലാക്കിൽ അവർ സൈഡിൽ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ടൈറ്റാനിയം ബ്ലാക്കിൽ ഫോൺ ഫുൾ ബ്ലാക്ക് കളറായിരുന്നു. ആ ഫുൾ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് വേണം ഇപ്രാവശ്യം നിങ്ങൾ ഓർഡർ ചെയ്യാൻ. ഡിസൈൻ കുഴപ്പമില്ല, പക്ഷേ എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇനി ഫോൺ ഓൺ ചെയ്യാം. എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. ഒരു യൂഷ്വൽ ബൂട്ട് സ്പീഡ് പറയുമ്പോൾ 15 to 20 seconds ആണ്. പിന്നെ ഈ ഫോണിലുള്ളത് ദ ലേറ്റസ്റ്റ് പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ എലീറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ വരുമായിരിക്കും. എനിവേ ലെറ്റ്സ് സീ. 12, 13, 15. വാവ്, 18 ആയോ. 24 സെക്കൻഡ്. ബാക്കിയുള്ള ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ഫോണിൻ്റെ യൂസർ മാനുവൽ, ചാർജിങ് കേബിൾ, സിം എജക്ട് ടൂൾ, പിന്നെ പവർ ബ്രേക്കിൻ്റെ കാര്യം പണ്ടേ തീരുമാനമായുണ്ട്. അത് ഇനിയും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, കൂടെ കിട്ടുമെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫോൺ. ഇനി ആസ് യൂഷ്വൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി എന്ന കലാപരിപാടികളാണ്. ഞാൻ ഒരിക്കലും ഡയഗ്നോസ്റ്റിക് ഡാറ്റ സാംസങ്ങിനെ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യാറില്ല. സാംസങ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ റിലീസ് ആവുന്ന സമയത്ത് ഈ One UIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വെച്ചായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫോണിലും അങ്ങനെ തന്നെയാണ്. ഈ ഫോണിലുള്ളത് One UI 7 ആണ്. നമുക്കിപ്പോൾ S24 അൾട്രയിലുള്ളത് 6.1 ആണ്. അല്ലെങ്കിൽ 7 വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേര വേർഷൻ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. പക്ഷേ ഞാൻ ഒരിക്കലും ബേര വേർഷൻ വെച്ചൊരു ഫോൺ റൺ ചെയ്യത്തില്ല. കാര്യം അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. പുതിയ ഫോണിലെ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ പഴയ ഫോണിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ചേഞ്ചസ് വന്നു എന്ന് തോന്നും. പക്ഷേ വിത്തിൻ ലൈക്ക് 1 or 2 months ഈ സെയിം സോഫ്റ്റ്വെയർ നമ്മുടെ പഴയ ഫോണിലും അവരൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ രീതിയിൽ നമുക്ക് തരുന്നതാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഫോൺ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആ ഫോണിൽ അത്രയും നല്ലൊരു ചേഞ്ചസ് ഉണ്ടായിരിക്കണം. കാര്യം നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ ഒരു നല്ലൊരു ചേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ ആകെയുള്ള വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വൈഡ് ലെൻസ് 12 MP നിന്ന് 50 MP ആക്കിയിട്ടുണ്ട്. അതല്ലാതെ ക്യാമറയിലൊന്നും വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. സെൽഫി ക്യാമറ എല്ലാം അതുപോലെ തന്നെ സെയിം ആണ്. അൾട്രാ വൈഡ് ക്യാമറയിലുള്ള ഈ ചേഞ്ച് എത്രയും എഫക്റ്റീവ് ആണെന്നുള്ളത് ക്യാമറ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. S25 അൾട്രയുടെ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാര്യം S24 ഈ സെയിം റൗണ്ട് ഡിസൈനാണ് വന്നിരുന്നത്. അൾട്രാ മോഡൽസ് വരുമ്പോൾ അൾട്രാ മോഡൽസിന് മാത്രം ചെറിയൊരു ഡിസൈൻ ചേഞ്ചും ബാക്കിയുള്ള റെഗുലർ സീരീസിന് ഒരു റൗണ്ട് ഷേപ്പുമാണ് യൂഷ്വലി കൊടുക്കുന്നത്. S24 അൾട്രയുമായിട്ട് നമ്മളൊരു ക്വിക്ക് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് ഫോണുകളും നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. S24 അൾട്രയിൽ എഡ്ജസ് ഒരു റൗണ്ട് ഷേപ്പ് ആയിരുന്നെങ്കിൽ S25 അൾട്ര വന്നപ്പോൾ അതെല്ലാം നേരെയായി. നമ്മളൊരു ഐഫോൺ എങ്ങനെ നമ്മുടെ കയ്യിലെടുക്കുന്നോ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല. സെയിം റെസൊല്യൂഷനും പീക്ക് ബ്രൈറ്റ്നസ്സും റിഫ്രഷ് റേറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫോണിലും. ഈ രണ്ട് ഫോണിലെയും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്ലീസ് കമൻറ്റ് ചെയ്യുക. S25 അൾട്രയുടെ ഡിസ്പ്ലേ കുറച്ചുകൂടെ സാച്ചുറേഷൻ കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിവേ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സൗണ്ടിലും അങ്ങനെ കാര്യമായ ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു മേജർ അപ്ഡേറ്റ് ഉള്ളത് S Penനാണ്. S Penനെ ആക്ച്വലി അവർ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെയൊക്കെയുള്ള S Penലുള്ള ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് ഇപ്രാവശ്യത്തെ S Penൽ അവരെടുത്ത് കളഞ്ഞു. അവർ റീസൺ പറയുന്നത് ആരും യൂസ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ ഞാൻ അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരാളാണ്. കാര്യം എനിക്കറിയാം പലരും ഫോട്ടോ എടുക്കാൻ നേരത്ത് സെൽഫി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് അവർ S Pen യൂസ് ചെയ്തായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. സോ അതൊരു വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് മാത്രമല്ല സാംസങ് ഫോൺ യൂസ് ചെയ്യുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പ് വഴി അവർ അത് അറിയിച്ചു. ഫോൺ ഇറങ്ങി ഒരു മണിക്കൂറുകൾക്ക് ശേഷം സാംസങ് ആക്ച്വലി ഒരു തെറ്റായ വിവരം കൊണ്ടുവന്നു. ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് ഉള്ള S Pen നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാംസങ് അത് തിരുത്തി. അത് ആക്ച്വലി ഒരു തെറ്റായ വിവരമായിരുന്നു. S25 ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് ഉള്ള S Pen യൂസ് ചെയ്യാനൊക്കത്തില്ല. എനിവേ ഞാൻ എൻ്റെ S24 S Pen 25 ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കി. പക്ഷേ അതിനകത്ത് ഫുള്ളി ഇൻസേർട്ട് ആവത്തില്ല. അത്
സോ ഗൈസ് വി അൺബോക്സ്ഡ് ഇറ്റ്. S25 അൾട്രയുടെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ S24 അൾട്രയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ, ക്യാമറ കമ്പാരിസൺ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ബൈ.